നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20, 2025 ബുധൻ. യുഎസ് മാർക്കറ്റിലുണ്ടായ ഇടിവിനെ തുടർന്നും ഏഷ്യൻ മാർക്കറ്റ്സിലുണ്ടായ വീക്ക്നെസ്സിനെ തുടർന്നും ഇന്ന് നമ്മുടെ മാർക്കറ്റില് ചെറിയ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായതെങ്കിലും സെന്റിമെന്റ്സ് ഉണർന്നതിനെ തുടർന്ന് കീ സെക്ടേഴ്സിലുണ്ടായ ഹ്യൂജ് ബൈയിങ്ങിന്റെ ഫലമായിട്ട് ഇത് നമ്മുടെ മാർക്കറ്റിന് അഞ്ചാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും തുടർച്ചയായി നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല നിഫ്റ്റിക്ക് ഈ മാസം ആദ്യമായിട്ട് 25,000 എന്ന ലെവലിന് മുകളിലായിട്ടും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായത് പ്രധാനമായും 5 ഘടകങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലൊക്കെ ചെറിയ ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായതെങ്കിലും അതേസമയം സെൻസെക്സിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടി നിഫ്റ്റി ഇന്ന് അതിന്റെ ഡേ ലോ ആയ 24,929 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുത്തുകൊണ്ട് അതിന്റെ മുകളിലേക്കുള്ള പ്രയാണം സാവധാനത്തിലാണ് ഇന്ന് നടത്തുകയുണ്ടായത്. 2:52 കൂടി ഇന്ന് നിഫ്റ്റി അതിന്റെ ഡേ ഹൈ ആയ 25,088 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തെങ്കിലും 25,050 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു 69 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി. അതേസമയം സെൻസെക്സിന് 213 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 166 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നു. തത്സമയം ഫിൻ നിഫ്റ്റിക്കും 104 പോയിന്റുകൾ നഷ്ടമായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായി NSEയിൽ 1,553 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1,164 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇൻഫോസിസ്, HUL, TCS, നെസ്ലെ ഇന്ത്യ, NTPC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫൈനാൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡുസിൻഡ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG, IT, റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ 1% മുതൽ 2.6% നേട്ടം ഇന്ന് കൈവരിക്കുന്നതായിട്ട് കണ്ടു. അതേസമയം മീഡിയയ്ക്ക് 2% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ ഫാർമയ്ക്കും പ്രൈവറ്റ് ബാങ്കിനും 0.4% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകളും മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുകയുണ്ടായി. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.3% നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 11 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.07 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഓൺലൈൻ മണി ഗെയിമിങ്ങിനെതിരെ കൊണ്ടുവരാൻ പോകുന്ന ബില്ലിനെ തുടർന്ന് ഇന്ന് നസാര ടെക്നോളജീസിലും ഡെറ്റ കോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകൾ 5%-ലേറെ ഇടിവും നേരിടുന്നതായിട്ട് കാണുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി അഞ്ചാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച പ്രധാന 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഒന്നാമതായി തന്നെ IT സെക്ടറിലുണ്ടായ സ്ട്രോങ് ബൈയിങ് തന്നെയാണ്. US ഫെഡറൽ റിസർവിന്റെ ജാക്ക് ഹോളിലുള്ള കോൺഫറൻസിന്റെ മുന്നോടിയായിട്ട് ഇന്നും ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ റാലി ദൃശ്യമായി. ഇൻഫോസിസ് ഒക്കെ ഇന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം 4%-അടുത്ത് നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും തൽഫലമായി ദൃശ്യമായി. ഇന്ന് IT സെക്ടറിൽ ഉണ്ടായ റാലിയെ തുടർന്ന് ഒത്തിരിയേറെ കാലത്തിനു ശേഷം ഇന്ന് നിഫ്റ്റി ITക്ക് 2.69% നേട്ടത്തോടുകൂടി അഥവാ 933 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഒത്തിരി കാലമായി നിഫ്റ്റി ITയില് തളർച്ച തുടരുകയായിരുന്നു. എന്നാൽ ഈ ആഴ്ച മുതൽ നിഫ്റ്റി IT ഉണരുന്നതും കണ്ടു. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈകൾ 2 മാസങ്ങൾക്ക് മുൻപേ ക്രിയേറ്റ് ചെയ്തപ്പോഴും നിഫ്റ്റിയെ പുറകോട്ട് വലിച്ചത് പ്രധാനമായും IT സെക്ടറിന്റെ മോശം പ്രകടനമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പ്രധാനമായും നേട്ടത്തിലേക്ക് നയിക്കുവാൻ IT സ്റ്റോക്കുകൾക്ക് സാധിക്കുകയുണ്ടായി. രണ്ടാമതായി FMCG സ്റ്റോക്കിലുണ്ടായ ഉണർവ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം. ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും GST റിഫോംസുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് വന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും FMCG സെക്ടറിൽ ഉണർവ് തന്നെയാണ് അനുഭവപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ഇന്ന് FMCG സെക്ടറിൽ ഉണ്ടായ നേട്ടവും നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തിലേക്ക് പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. മൂന്നാമതായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്നും നേട്ടത്തിലേക്ക് നയിച്ച മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യയിലേക്കുള്ള രാസവളങ്ങളുടെ നിയന്ത്രണം എടുത്തു മാറ്റുകയാണ്. അതുകൂടാതെ റെയർ എർത്ത് മാഗ്നറ്റ്സിന്റെ സപ്ലൈയും വർദ്ധിപ്പിക്കും. മൂന്നാമതായി ടണൽ ബോറിംഗ് മെഷീൻസും ഇന്ത്യയിലേക്ക് നൽകുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരികയുണ്ടായി. ആ പ്രഖ്യാപനത്തിന്റെ ഫലം ഇന്നലെ നമ്മുടെ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലും ഓട്ടോ സ്റ്റോക്കുകളിലൊക്കെ പ്രകടമായിരുന്നു. ഒത്തിരി വർഷങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പലവിധ കാരണങ്ങളാല്. പക്ഷേ കഴിഞ്ഞ ദിവസം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിന്റെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്ന് ഈ ബന്ധം വീണ്ടും ഊഷ്മളതയിലേക്ക് വരുന്നതിന്റെ ശുഭാപ്തി വിശ്വാസവും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി മാറി. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ വർധനവാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കാൻ സഹായിച്ച നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇന്ന് $ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 11 പൈസയുടെ നഷ്ടം നേരിട്ടെങ്കിൽ കൂടിയിട്ടും ഇന്നലെ 37 പൈസയുടെ നേട്ടം കൈവരിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ റെക്കോർഡ് ഓൾ ടൈം ലോ ടച്ച് ചെയ്യുന്നതിന്റെ അടുത്ത് ഏകദേശം എത്തിയായിരുന്നു. 87.48 എന്ന ലെവലിൽ. ഈ തിങ്കളാഴ്ച മുതൽ ഇന്ത്യൻ രൂപയുടെ ഭാഗത്ത് നിന്ന് വന്ന ശക്തമായ പ്രകടനം മൂലം ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപയുടെ വാല്യുവേഷൻ എത്തിച്ചേരുകയുണ്ടായി, 87 രൂപ എന്ന നിലയില്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ വർധനവും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് നേട്ടമായി മാറുകയുണ്ടായി. അഞ്ചാമതായി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലുണ്ടായ അയവ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തില് റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഖത്തറിന്റെയും ഈജിപ്തിന്റെയൊക്കെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്നും സമാധാന കരാറിന് തയ്യാറാണെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ നിലനിൽക്കുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്ന് അയവ് വന്നതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിനും ഗുണകരമായി മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 49 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായിട്ടും അതേസമയം ജർമ്മൻ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നത്. കൊമോഡിറ്റിയില് ബ്രെൻ ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ 1% ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിലും നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡൈനാമിക് കേബിൾസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ ഭാഗത്ത് നിന്നും പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള അനുമതി കിട്ടിയതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 20% അപ്പർ സർക്യൂട്ട് നടന്നു. സുല വൈൻയാർഡ്സ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനി 2-3 ചെറിയ ബ്രാൻഡുകളെ അക്വയർ ചെയ്യുന്നുണ്ട്. വിസ്കി, സ്കോച്ച്, വോഡ്ക സെഗ്മെന്റിലേക്ക് പ്രവേശിക്കുവാനായി. മഹേന്ദ്ര റിയൽറ്റേഴ്സ് ഇന്ന് IPO SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി, 20% പ്രീമിയത്തിന്റെ നഷ്ടത്തോടുകൂടി. ഇൻഫോ എഡ്ജ് CFO ആയിരുന്ന ചിന്തൻ തക്കാർ അദ്ദേഹത്തിന്റെ 12 വർഷത്തെ സേവനത്തിനു ശേഷം കമ്പനിയിൽ നിന്നും രാജിവെച്ചു എന്നുള്ള വാർത്തകൾ. വേദാന്ത സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കമ്പനിയുടെ ഡീമർജറിനെതിരെ ഒബ്ജക്ഷൻ നൽകി എന്നുള്ള വാർത്തകൾ. റീഗൽ റിസോഴ്സസ് IPO ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുകയുണ്ടായി, 39% നേട്ടത്തോടുകൂടി. അവിടെ നിന്നും സ്റ്റോക്കിൽ 7% ഇടിവും ദൃശ്യമായി. ഭാരതി എയർടെൽ 1 GB per day എന്ന പ്ലാൻ കമ്പനി പിൻവലിച്ചുകൊണ്ട് 1.5 GB per day എന്ന പ്ലാൻ എൻട്രി ലെവലായിട്ട് കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കില് 2% റാലിയും ദൃശ്യമാവുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.